നമസ്കാരം. ഇന്നും നമ്മൾ ഒരു സവിശേഷമായ പുസ്തകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രജ്ഞാപുരാണം. പ്രജ്ഞാപുരാണം. അതെ, ഇതെഴുതിയത് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയാണ്. ഭാരതത്തിലെ വളരെ വലിയൊരു ആത്മീയ ആചാര്യനാണ് അദ്ദേഹം, അല്ലേ? തീർച്ചയായും. വളരെ ആദരണീയനായ വ്യക്തിത്വം. ഈ പുസ്തകം, അതായത് ഇതിലെ അറിവുകൾ, ഒരാളുടെ വ്യക്തിത്വത്തെ എങ്ങനെ മാറ്റിയെടുക്കാൻ സഹായിക്കും, പിന്നെ ഇന്നത്തെ കാലത്ത് ഇതിന്റെ പ്രസക്തി എന്താണ്, ഇതൊക്കെയാണ് നമ്മളിന്ന് പ്രധാനമായും നോക്കുന്നത്. ശരിയാണ്. ഒരു കാര്യം കൂടി, ഈ പുസ്തകം ഇംഗ്ലീഷിലും ലഭ്യമാണ്. അത് പലർക്കും ഉപകാരപ്പെട്ടേക്കാം. അത് നല്ലൊരു വിവരമാണ്. കാരണം ഇത് വെറുമൊരു മതഗ്രന്ഥം എന്നതിലുപരി ഒരു വഴികാട്ടിയാണ്. സാധാരണക്കാർക്ക് പോലും ജീവിതം എങ്ങനെ ലളിതമാക്കാം, അതേസമയം അർത്ഥവത്താക്കാം എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതെ, സങ്കീർണമായ ആചാരങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ, അല്ലേ? അത് തന്നെ. വലിയ സാധനകളോ അനുഷ്ഠാനങ്ങളോ ഒന്നും ചിലപ്പോൾ എല്ലാവർക്കും പറ്റില്ല. പക്ഷെ ഇവിടെ പറയുന്നത് ചെറിയ ചെറിയ ചിന്തകൾ, നമ്മുടെ ശീലങ്ങളിലെ മാറ്റങ്ങൾ, അതിലൂടെയൊക്കെ എങ്ങനെ ഒരു ആന്തരിക പരിവർത്തനം സാധ്യമാക്കാമെന്നാണ്. പ്രായോഗികമാണ് കാര്യങ്ങൾ. അതാണ് ഇതിലെ ഒരു പ്രധാന കാര്യം, അല്ലേ? വലിയ യോഗമോ തപസ്സോ എല്ലാവർക്കും സാധിച്ചില്ലെങ്കിലും നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ചെറിയ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായാൽ അതുമതി വലിയ ഫലമുണ്ടാകാൻ. കറക്റ്റ്. നമുക്ക് ഇതിലെ ചില കഥകളിലേക്ക് കടന്നാലോ? അത് ഈ ആശയങ്ങൾ മനസ്സിലാക്കാൻ കൂടുതൽ സഹായിക്കുമെന്ന് തോന്നുന്നു. നല്ല കാര്യമാണ്. കഥകൾക്ക് എപ്പോഴും ഒരു പ്രത്യേക ആകർഷണീയതയുണ്ടല്ലോ. ഇപ്പോ ദേവർഷി നാരദന്റെ കഥ തന്നെ എടുക്കാം. നാരദൻ ലോകക്ഷേമത്തിനുള്ള വഴി തേടി പോകുന്നത്. അതെ, അദ്ദേഹം ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് എല്ലാവർക്കും ഒരേപോലെയുള്ള കഠിനമായ സാധനകൾ പറ്റില്ല. ശരിയാണ്. അപ്പോ ഭഗവാൻ പറയുന്ന ലളിതമായ ഭക്തിയുടെ മാർഗം, പിന്നെ ഒരു സമൂഹ പ്രതിബദ്ധത, ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് പറ്റുന്ന ചെറിയ നല്ല കാര്യങ്ങൾ, അതിന് അതിൻ്റെതായ വിലയുണ്ട്. ആ ഒരു സന്ദേശം വളരെ വലുതാണ്. ശരിയാണ്. അത് ഇന്നത്തെ കാലത്തും വളരെ വളരെ പ്രസക്തമാണ്. മറ്റൊന്ന്, ശുകദേവ മുനിയെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. ശുകദേവൻ ജന്മനാൽ തന്നെ ജ്ഞാനി. അതെ, ശുകദേവന്റെ കാര്യം ഒരു ഉദാഹരണമാണ്. അതായത് ശരിയായ അറിവും വിവേകവും കിട്ടിയ ഒരാള് ഈ ലോകത്തെ എങ്ങനെ കാണുന്നു, എങ്ങനെ സമീപിക്കുന്നു എന്നതിനൊരു ചൂണ്ടുപൊലക. ഇപ്പോ നമ്മളെല്ലാവരും ജന്മനാൽ ശുകദേവനെ പോലെ ആകണമെന്നില്ല. ഇല്ല. പക്ഷെ അറിവ് നേടാനും അത് ജീവിതത്തിൽ ഉപയോഗിക്കാനും നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. അങ്ങനെ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും. അത് നമ്മുടെ വ്യക്തിത്വത്തെയും സ്വാധീനിക്കും. അതാണ് പ്രധാനം. ഈ കഥകളൊക്കെ നല്ല ഉൾക്കാഴ്ച നൽകുന്നുണ്ട്. പക്ഷെ എന്നെ ശരിക്കും ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചത് റൈദാസിന്റെ കഥയാണ്. റൈദാസ് ഒരു സാധാരണ ചെരുപ്പ് കുത്തി. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഭക്തിയും പിന്നെ ചെയ്യുന്ന തൊഴിലിനോടുള്ള സത്യസന്ധതയും അത് അസാധാരണമാണ്. ശരിക്കും ഹൃദയത്തിൽ തൊടുന്ന കഥയാണത്. ആ ഗംഗാസ്നാനത്തിന് പോകുന്ന ബ്രാഹ്മണന്റെ കയ്യിൽ ഒരു നാണയം കൊടുത്തുവിടുന്നതും, അതെ, ഗംഗാമാതാവ് നേരിട്ട് വന്നത് കൈനീട്ടി വാങ്ങുന്നതും. എന്താ അതിന്റെ ഒരു അർത്ഥം? പുറമേ കാണിക്കുന്ന ആചാരങ്ങളോ ജാതിയോ ഒന്നുമല്ല പ്രധാനം. ഉള്ളിലെ ശുദ്ധിയാണ്, ചെയ്യുന്ന ജോലിയിലുള്ള ആത്മാർത്ഥതയാണ്. ഒരു മൻചങ്ക തോ കഠോതി മേൻ ഗംഗ എന്ന ആ പറച്ചിൽ. അത് തന്നെ. മനസ്സിൽ ശുദ്ധിയുണ്ടെങ്കിൽ ആ തൊട്ടിയിലെ വെള്ളം പോലും ഗംഗാജലം പോലെയാണ്. ഇന്നത്തെ കാലത്ത് പലതും പുറമോടി മാത്രമാകുമ്പോൾ ഈ ഒരു ചിന്തയ്ക്ക് എന്തുമാത്രം വിലയുണ്ട്. ശരിയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, റൈദാസിന്റെ ആന്തരിക ശുദ്ധി, നാരദൻ മനസ്സിലാക്കിയ ലളിതമായ ഭക്തിയുടെ വഴി, ശുകദേവന്റെ ജ്ഞാനദൃഷ്ടി, ഇതൊക്കെ ഇന്നത്തെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രസക്തമാകുന്നത്? എന്തുകൊണ്ടാണ് ഈ അറിവ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്? നല്ല ചോദ്യമാണ്. കാരണം ഇന്നത്തെ ലോകം നോക്കൂ, ഭയങ്കര തിരക്കാണ്. ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട്. പലപ്പോഴും ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്നോ മൂല്യങ്ങൾക്കൊന്നും വലിയ വിലയില്ലെന്നൊക്കെ തോന്നാം. ശരിയാണ്. അവിടെയാണ് ഈ പുസ്തകത്തിലെ ലളിതമായ തത്വങ്ങൾ നമുക്ക് ഉപകാരപ്പെടുന്നത്. ഇത് നമ്മുടെ വ്യക്തിത്വ വികസനത്തിന്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് സഹായിക്കും. പ്രതിസന്ധികൾ വരുമ്പോൾ എങ്ങനെ അതിനെ നേരിടാം, ചെറിയ കാര്യങ്ങളിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം, നമ്മുടെ ചിന്തകളെ പ്രവൃത്തികളെ ഒക്കെ എങ്ങനെ കുറച്ചുകൂടി പോസിറ്റീവ് ആക്കാം, ഇതിനൊക്കെയുള്ള പ്രായോഗികമായ വഴികളാണ് ഇതിൽ പറയുന്നത്. ഇത് വെറുതെ വായിച്ചു പോകാനുള്ള അറിവല്ല, നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനും നമ്മളിൽ തന്നെ നല്ല മാറ്റങ്ങൾ വരുത്താനും പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഇത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് പറയുന്നത്.
ശരിക്കും നമ്മുടെ ചിന്താഗതിയെ മാറ്റാൻ ഇതിന് കഴിയും. അപ്പോ ചുരുക്കത്തില് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ പ്രജ്ഞാപുരാണം എന്നത് വെറുമൊരു പുസ്തകം എന്നതിലുപരി വ്യക്തിപരമായ വളർച്ചയ്ക്കും ഒരു സമാധാനപരമായ ജീവിതത്തിനും വേണ്ട ഒരു ടൂൾ കിറ്റാണെന്ന് പറയാം, അല്ലേ? അതെ, ഒരു സഹായി, ഒരു വഴികാട്ടി. അദ്ദേഹത്തിന്റെ ഭാഷ വളരെ ലളിതമാണ്, ഉദാഹരണങ്ങളും സാധാരണ ജീവിതത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ആർക്കും എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാം, പ്രാവർത്തികമാക്കാനും എളുപ്പമാണ്. തീർച്ചയായും ഇതിലെ ഓരോ ആശയങ്ങളും നമ്മുടെ ജീവിതത്തിലൊന്ന് പരീക്ഷിച്ചു നോക്കുന്നത് വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഉറപ്പായും വ്യക്തിത്വത്തിലെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇത് സഹായിക്കും. പിന്നെ താല്പര്യമുള്ളവർക്ക് ഈ പുസ്തകം ഓൺലൈനായി വാങ്ങാനും കിട്ടും. അതെ, അത് ലഭ്യമാണ്. കൂടുതൽ അറിയണമെന്നുള്ളവർക്ക് അത് തീർച്ചയായും പരിശോധിക്കാവുന്നതാണ്. അപ്പോ നമ്മൾ ഏകദേശം ഈ പുസ്തകത്തിലെ ചില പ്രധാനപ്പെട്ട ആശയങ്ങളിലൂടെയും കഥകളിലൂടെയും കടന്നുപോയി. ഇനി നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു നിമിഷമൊന്ന് ചിന്തിച്ചു നോക്കും. നമ്മളിപ്പോൾ സംസാരിച്ച കാര്യങ്ങളിൽ ഏത് ആശയമാണ് അല്ലെങ്കിൽ ഏത് കഥാപാത്രത്തിന്റെ സന്ദേശമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായി തോന്നിയത്? അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം കൊണ്ടുവരാൻ എങ്ങനെ ഉപയോഗിക്കാം? അതൊന്ന് ആലോചിച്ചു നോക്കുന്നത് നന്നായിരിക്കും.